എല്ലാവർക്കും നല്ല നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ ഒരു ജനപ്രതിനിധി എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷത്തിലേക്ക് തൻ്റെ നാട്ടിലുള്ള ആളുകളെ കൂടെ നിർത്തുക എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇതാ നിൽക്കുന്ന കൗൺസിലർ അമ്മ ബിന്ദു ചേച്ചി. 23-ാം വാർഡിലെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ കുറേ പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പരിപാടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ജനകീയമായിട്ടുള്ള പരിപാടിയാണ്. എന്താണ് ബിന്ദു ചേച്ചിയുടെ ജനകീയത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ. ഏത് ആഘോഷങ്ങളും ആയിക്കോട്ടെ, ആ ആഘോഷവേളകളിൽ ഒരാൾ പോലും ദുഃഖിച്ച് വീട്ടിലിരിക്കാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം നടപ്പിലാക്കുന്ന ഒരു കൗൺസിലർ അമ്മയാണ് നമ്മുടെ ബിന്ദു ചേച്ചി. ഇത്തവണയും അത് മറന്നില്ല. കിറ്റുകൾ എല്ലാ വീടുകളിലേക്കും ബുദ്ധിമുട്ടുള്ള വീടുകളിലേക്കൊക്കെ കിറ്റുകൾ എത്തിക്കുന്നതിന് വേണ്ടി ബിന്ദു ചേച്ചി ഇത്തവണയും കിറ്റുകളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഈ ഇറിഗേഷൻ ബംഗ്ലാവിലാണ് ക്രിസ്മസ് ആഘോഷം 23-ാം വാർഡിൽ നടക്കുന്നത്. ബിന്ദു ചേച്ചി എല്ലാത്തിനും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ വാർഡിലെ ആളുകളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും. ഒപ്പം 23-ാം വാർഡിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നല്ലതേ ചെയ്യാവൂ നിൻ കൃപയാൽ എന്നും അതിനുള്ള ബുദ്ധിയും ശക്തിയും തന്നരുളേണമേ തമ്പുരാനേ. നമ്മുടെ 23-ാം വാർഡിലെ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള കിറ്റ് വിതരണത്തിനായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അപ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മളൊരു വാർഡിലെ നമുക്കെല്ലാവർക്കും ഒത്തുചേരാൻ സാധിച്ചു എന്നുള്ള സന്തോഷത്തിലുപരിയായിട്ട് ഇത് നമുക്ക് അധികമായിട്ട് ഒരു സന്തോഷം തരുന്നൊരു കാര്യം കൂടെ ഉണ്ട്. കെനിയയിലെ CMI സ്കൂളിലെ ടീച്ചർ, കെനിയയിൽ നിന്ന് ഇവിടെ വന്ന ഗ്രേസ് സ്കോള എന്ന് പറഞ്ഞ 2 ടീച്ചർമാർ നമ്മുടെ കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കൊരു കയ്യടി അവർക്ക് കൊടുക്കാം. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമാണ് ക്രിസ്തുമസിനും പുതുവത്സരത്തിനുമുള്ളത്. ആഘോഷങ്ങൾ എല്ലാവർക്കുമുള്ളതാണ്. പക്ഷേ എത്ര പേർ ആഘോഷിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ജീവിതം ആഘോഷിക്കാനും ആഘോഷിക്കപ്പെടാനുമുള്ളതാണ്. പക്ഷേ ചിലർക്കൊക്കെ എന്തൊക്കെ ആഘോഷം വന്നാലും കണ്ണീരും പരിവട്ടവുമാണ്. ചാലക്കുടി നഗരസഭയിലെ 23-ാം വാർഡിൽ ആർക്കും കണ്ണീരിൽ കുതിർന്ന ആഘോഷങ്ങളില്ല. ജീവിതത്തിൽ പലതരം വേഷപ്പകർച്ചകളിൽ ആടിത്തളർന്നവർ ആണ്ടുവട്ടത്തിൽ വന്നു ചേരുന്ന ആഘോഷങ്ങൾക്ക് മുന്നിൽ മിഴിച്ചു നിൽക്കുമ്പോൾ ചേർത്ത് നിർത്താൻ നന്മയുള്ള ജനപ്രതിനിധികളുണ്ട്. ചില ഇടങ്ങൾ ഇങ്ങനെയാണ്. വാർഡ് കൗൺസിലർ ബിന്ദു ശശികുമാർ നടത്തുന്ന ജനകീയ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ നാട്ടുകാർക്കും സന്തോഷം. ഇത്തവണത്തെ ക്രിസ്തുമസിനും മാറ്റമുണ്ടായില്ല. സാധാരണക്കാരായ ആളുകൾക്ക് ക്രിസ്മസ് പുതുവത്സര സമ്മാനങ്ങളുമായി വാർഡ് കൗൺസിലർ എത്തി. വാർഡിലെ സുമനസ്സുകളുടെ സഹായത്താലാണ് ഭക്ഷ്യക്കിറ്റ് വിതരണ പരിപാടി സംഘടിപ്പിച്ചത്. ഓണമായാലും ക്രിസ്മസ് ആയാലും മറ്റേത് ആഘോഷമായാലും 23-ാം വാർഡുകാരുടെ പ്രിയപ്പെട്ട കൗൺസിലർ അമ്മ കിറ്റുമായി എത്തും. ഇറിഗേഷൻ IBയിൽ നടന്ന ക്രിസ്മസ് പുതുവത്സരാഘോഷം കാർമൽ അക്കാദമി പ്രിൻസിപ്പൽ യേശുദാസ് ചുങ്കത്ത് CMI ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ബിന്ദു ശശികുമാർ, വാർഡംഗങ്ങളായ ജെയിംസ് കച്ചിറയ്ക്കൽ, അൽഫോൺസ് ആൻഡ്രൂസ്, പ്രൊഫസർ നിത്യാദാസ്, നിഖിൽ ഗിരിജൻ, റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുജ, അനി യാക്കോബ്, ശ്രേയ സുഗതൻ, അംഗൻവാടി ടീച്ചർ ബുഷറ, ADS ചെയർപേഴ്സൺ അനിത, ഡെയ്സി കോനിക്കര എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാർഡിലെ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മുഖ്യാതിഥികളായി കെനിയയിലെ CMI സ്കൂളിലെ ടീച്ചേഴ്സും എത്തിച്ചേർന്നു. പാട്ടുപാടിയും തങ്ങൾക്ക് നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി പറഞ്ഞും വാർഡംഗങ്ങളോടൊപ്പം സെൽഫി എടുത്തും കെനിയൻ ടീച്ചേഴ്സ് പരിപാടിയിൽ പങ്കാളികളായി. ഒരുപാട് നല്ല മനസ്സുകൾ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വാർഡിൽ ഇത്രയ്ക്കധികം സന്തോഷം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും സഹായം അർഹിക്കുന്ന ആളുകൾക്ക് സന്തോഷം ഉണ്ടാകുന്നത്. കാർമൽ 2 സ്കൂളുകൾ മാത്രമല്ല സഹായിക്കുന്നത്, നല്ല മനസ്സുള്ള ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ സ്റ്റേജിലേക്ക് വരാത്ത മറ്റ് ആളുകളുമുണ്ട്. അതുപോലെ ബിന്ദേച്ചിയുടെ സുഹൃത്ത് വലയത്തിൽപ്പെട്ടവരും ബന്ധുക്കളിൽപ്പെട്ടവരൊക്കെ നമ്മുടെ വാർഡിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്മസിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് പങ്കുവെച്ച് കഴിഞ്ഞാൽ സന്തോഷം ഇരട്ടിയാവും എന്നുള്ള ഒരു ചിന്ത തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കട്ടെ. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഏതൊരു ആഘോഷവും നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അവരുടെ സന്തോഷവും നമ്മുടെ സന്തോഷമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ വാർഡിലുള്ള ആളുകൾ, സുമനസ്സുകളായ ആളുകളെല്ലാം സഹായിച്ചിട്ടാണ്
നമ്മൾ ഇത്തരത്തിലുള്ള സഹായങ്ങളും കൊണ്ട് മുന്നോട്ട് പോകുന്നത്. മനസ്സുകളുടെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ഈ കാണുന്ന ഒരു കിറ്റ് വിതരണത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചത്. ഞാൻ പറയുകയാണ്, നമ്മുടെ വാർഡിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ കിറ്റ് കൊടുക്കുന്നത്. അവർക്ക് ഇത് കിട്ടുമ്പോഴൊരു സന്തോഷം വളരെ പറഞ്ഞറിയിക്കാൻ തക്ക വിധത്തിലുള്ളതാണ്. നമുക്ക് ക്രിസ്മസിൻ്റെ ആഘോഷവേളയിൽ നമ്മുടെ 23-ാം വാർഡിന് വേണ്ടി നമ്മുടെ 2 കെനിയൻ ടീച്ചേഴ്സ് ഇവിടെ എത്തി നമ്മുടെ വാർഡിലെ മുഖ്യാതിഥികളായി. അവർക്ക് നല്ലൊരു ക്ലാപ്പ്. It's a celebration of festival and a new year with our loving, sharing with our love, share and compassion and all that. ബിന്ദു മാഡം എനിക്ക് ഒരുപാട് നമ്മുടെ കൗൺസിൽ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ടാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ എല്ലാവരോടും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അതന്നെ ഒരു സന്തോഷം. ബിന്ദുവാണ് ഇതിൻ്റെ മുൻകൈ എടുത്ത എല്ലാ കാര്യങ്ങളും ഇതിനു വേണ്ടി സമയം മുഴുവൻ ചെലവാക്കണത്. അതോടൊപ്പം നമ്മുടെ യേശുദാസത്തിനും. അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമ്മളിവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. പ്രധാന ഉദ്ദേശം കിറ്റ് വിതരണമാണ്. അതോടൊപ്പം കെനിയയിൽ നിന്നെത്തിയ ടീച്ചേഴ്സ്, അവർ കാർബനിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കെനിയയിൽ അവർ ടീച്ചറായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗ്രേസ് ആൻഡ് സ്കോളർ. ഐ വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ ടു. അപ്പം ഈ ഒരു ആഘോഷം നമുക്ക് ഏവർക്കും, പ്രത്യേകിച്ച് ഈ ഒരു വാർഡിനെ എന്നൊരു അഭിമാനത്തോടെ നോക്കിക്കാണേണ്ട ഒരു ദിവസം തന്നെയാണ്. അതിൽ നമുക്ക് ഏവർക്കും പങ്കാളികളാവാൻ സാധിച്ചു. അതിലേറ്റവും എനിക്കും അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. കാരണം ബിന്ദു വിളിച്ചപ്പോഴും ഞാൻ പെട്ടെന്ന് അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ കുറച്ച് തിരക്കുകളിലും ഇപ്പം റിട്ടയർ ചെയ്തിട്ട് പോകുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ബിന്ദു വിളിച്ചത് വളരെ സന്തോഷമായിട്ട് തോന്നി. കാരണം ബിന്ദു ഇത് എന്നും ഒരിക്കലും മറക്കാതെ ഇതൊരു ഈ വാർഡിൻ്റെ തന്നെ ഒരു കൈത്താങ്ങായിട്ട് കൊണ്ട് നടക്കാൻ സാധിക്കുന്ന ഒരു കൗൺസിലറാണെന്ന് വളരെ അഭിമാനത്തോടെ തന്നെ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇതുവരെയായിട്ടും ക്രിസ്മസിനായാലും ഓണത്തിനായാലും ഈസ്റ്ററിനായാലും വിഷുവിനായാലും ബിന്ദുവിനെ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ, ബിന്ദുവിൻ്റെ സ്വന്തം അല്ലായാലും ബിന്ദു പലരുടെ കയ്യിൽ അടിച്ചെന്ന് കൈ നീട്ടി യോജിച്ച് സഹായം അഭ്യർത്ഥിച്ചിട്ടൊക്കെ ഇതുവരെയായിട്ട് ഇങ്ങനെ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ബിന്ദുവിൻ്റെ പ്രത്യേകം ഒരു ക്രെഡിറ്റാണ്. ബിന്ദുവിനത് പ്രത്യേകം ആശംസിക്കുന്നു, നന്ദി പറയുന്നു ബിന്ദു.